അഡ്വക്കേറ്റ് ആസിഫ് അലി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രൈമുകൾ നടന്നു എന്ന വിവരമുണ്ട്. പക്ഷേ അതിൽ കേസെടുക്കാൻ സർക്കാരിന് കഴിയില്ല, പരാതിയില്ലാതെ എന്നായിരുന്നു സർക്കാരിൻ്റെ സുചിന്തിതമായ നിലപാട്. ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓൺ ദ റെക്കോർഡായി ചില വ്യക്തികൾ ഇതേ കാര്യങ്ങൾ, സമാനമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അവിടെയും അവർക്ക് പരാതിയില്ല, അവർ പരാതിപ്പെടാൻ തയ്യാറുമല്ല. പക്ഷേ ഇങ്ങനെ ക്രൈം നടന്നതായ വിവരം മാധ്യമങ്ങളിലുണ്ട്. സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. സർക്കാർ പണം നൽകി, പൊതുഖജനാവിൽ നിന്ന് പണം നൽകി രൂപീകരിച്ചൊരു കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വിവരങ്ങളിൽ അന്വേഷണമില്ല. അതേസമയം മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞ ചില വിവരങ്ങളിൽ അന്വേഷണമുണ്ട്. ഇതിനെ നിയമപരമായി എങ്ങനെ കാണും? സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നു, ഞങ്ങളുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് IPC പ്രകാരവും വേറൊരു നിയമമുണ്ട്, സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വിമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് പോഷ്, അതനുസരിച്ചും കുറ്റം നടന്നതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ 114ാമത്തെ ഖണ്ഡികയാണ്. ഈവൻ ദോ എവിഡൻസ് ബിഫോർ അസ് discloses several sexual acts which are committed against women in cinema, mostly constitute various offences under IPC and also fall under definition of sexual harassment of women at workplace prevention, prohibition and redressal of act. ഇത് ഒരു ഫൈൻഡിംഗ് ആണ്. കുറ്റം നടന്നതായി നമുക്ക് തെളിഞ്ഞിരിക്കുന്നു. നമ്മളെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, പഴയ CRPC ആണെങ്കിൽ 157, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണെങ്കിൽ 176 വകുപ്പ് പറയുന്നത്, ഒരു കൊഗ്നിറ്റബിൾ ഒഫൻസ് സംബന്ധിച്ച റിപ്പോർട്ടോ മറ്റ് വിധത്തിലോ കുറ്റം നടന്നതായി സംശയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കോടതിക്ക്, മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നുള്ളത് നിയമപരമായ ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കമ്മിറ്റി പല്ലില്ലാത്ത പുലിയാണ്. അതിന് FIR ഇല്ല. FIR ഇല്ലാത്തത് കൊണ്ട് എന്താണ്? ആളെ വിളിച്ചു വരുത്താൻ അധികാരമില്ല, റെയ്ഡ് നടത്താൻ പറ്റില്ല, മെറ്റീരിയൽ ഓബ്ജക്ട്സ് സീസ് ചെയ്യാൻ പറ്റൂല, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല, കുറ്റപത്രം കൊടുക്കാൻ പറ്റൂല. അങ്ങനെ പല്ല് കൊഴിഞ്ഞ ഒരു സിംഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കാൻ. മാത്രമല്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമാണെങ്കിൽ ഇരകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പറ്റില്ല. അവരെ വീട്ടിൽ പോയി അവരെ മാതാപിതാക്കളുടെ, അവരെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അതീവ രഹസ്യമായി മാത്രമേ മൊഴി റെക്കോർഡാക്കാൻ പോലീസ് പാടുള്ളൂ. അത് ലംഘിച്ചാൽ പോലീസ് പ്രതിക്കൂട്ടിലാവും, പോലീസിന് പേര് പ്രോസിക്യൂഷൻ വരും. എന്നാൽ ഇന്നത്തെ കമ്മിറ്റിക്ക് അങ്ങനെ രഹസ്യമായി വെക്കാൻ പറ്റില്ല, വെക്കേണ്ടതില്ല. പോലീസിന് വരെ പരസ്യമായി വിളിച്ചു വരുത്താം. അപ്പോൾ ഒരു കേസ് അന്വേഷണം, റേപ്പ് പോലുള്ള പുതിയ ഭാരതീയ നാഗരിക സുരക്ഷതയിൽ എഴുതി വച്ചിരിക്കുകയാണ്, റേപ്പ് കേസിലെ പ്രതിയെ കയ്യാമം വെക്കാം. സ്ത്രീ സുരക്ഷയെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ കയ്യാമം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ റേപ്പ്, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റം എത്ര ഗുരുതരമാണ്. ആ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഈ ഹേമ കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്ന മൊഴികൾ കണ്ടെടുക്കാനോ അതിൽ ഹാജരാക്കിയിരിക്കുന്ന CD എടുക്കാനോ അത് ഹാജരാക്കുന്ന പെൻഡ്രൈവ് എടുക്കാനോ അതുപോലുള്ള ഇലക്ട്രോണിക്സ് എവിഡൻസ് എടുക്കാനോ പോലീസിന് അവസരമില്ല, അധികാരമില്ല. പോലീസ് ഒരു സാധാരണ നാട്ടിൻപുറത്തുണ്ടാക്കുന്ന ഒരു കമ്മിറ്റി മാത്രമാണോ? ആ പോലീസ് രൂപീകരിച്ചിരിക്കുന്ന ആ ടീമിൽ ഉള്ള ഉദ്യോഗസ്ഥൻ്റെ ഇൻ്റഗ്രിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആ സ്വപ്ന സുരേഷിനെ മധ്യസ്ഥനാക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ ആ ടീമിലുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഒഫൻസ് എന്ന് പറയുന്നത് അതൊരു ഇൻഡിവിജ്വൽ ഒഫൻസ് അല്ല, അത് ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഈ രാജ്യത്തിലെ സൊസൈറ്റിക്കെതിരെ, സമൂഹത്തിന് മൊത്തത്തിനെതിരായിട്ടുള്ള ഒരു ഒഫൻസാണ്.
അത് അവർ വിചാരിച്ചാൽ പോലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്രൈം എഗൈൻസ്റ്റ് സൊസൈറ്റി നമ്മുടെ രാജ്യത്ത് നടന്നു. ഈ അധികാരങ്ങളെല്ലാം പോലീസിന് നൽകത്തക്ക രീതിയിൽ പഴയ CRPCയിൽ സമഗ്രമായി IPCയിൽ സമഗ്രമായി ഭേദഗതി വരുത്തിയത് കുപ്രസിദ്ധമായ ഡൽഹി നിർഭയ കേസിന് ശേഷം 2013 മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ശക്തവും ഫലപ്രദവുമായ ഭേദഗതിയാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. ഇതിൻ്റെയൊക്കെ സന്ദേശം എന്താണ്? സ്ത്രീകളുടെ സുരക്ഷയാണ് പരമപ്രധാനം. സ്ത്രീയുടെ സുരക്ഷ അപകടപ്പെടുത്തുന്ന രീതിയിൽ കുറ്റകൃത്യം നടന്നു. ഒന്നാണോ രണ്ടാണോ? വ്യാപകമായി. ഈ റിപ്പോർട്ടിൽ പറയുന്നു, ഹേമ കമ്മിറ്റി സാക്ഷിമൊഴി റെക്കോർഡാക്കിയതിന് ശേഷമാണ് പറയുന്നത്, കുറ്റകൃത്യം IPC പ്രകാരം വർക്ക് പ്ലേസിൽ വെച്ച് നടന്നിരിക്കുന്ന പീഡന വിരോധന നിയമപ്രകാരം കുറ്റം നടന്നതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ബോധ്യപ്പെടുന്നില്ല. അവർ ഉറങ്ങുകയല്ല, ഉറക്ക് നടിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ 5-6 ദിവസമായി ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു കരിമ്പാറക്ക് പ്രേമലേഖനം അയച്ച പ്രതീതിയാണ് പിണറായി വിജയനും നമ്മുടെ സജി ചെറിയാനും ഉള്ളത്. അവർക്ക് മിണ്ടാട്ടമില്ല. അവർ പറയുന്നത് പരാതി പരാതി പരാതി. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു ധിക്കാരമാണ് ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ? ഇപ്പൊ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു. ആ സഹോദരിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? എന്താണ് 176 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പറയുന്നത്? ഒരു വിവരം, ഒരു കൊഗ്നിസബിൾ ഒഫൻസ് നടന്നു എന്ന് സംശയിക്കുന്ന ക്രെഡിബിൾ വിശ്വസനീയമായ വിവരമല്ല, ഒരു കുറ്റകൃത്യം നടന്നു എന്ന് സംശയിക്കുന്ന വിവരമോ മറ്റ് രീതിയിലോ പോലീസ് അറിഞ്ഞാൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുത്ത് അന്വേഷിക്കണമെന്ന് ജനങ്ങളുടെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു നിയമം രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യം നിയമവാഴ്ചയുടെ നാടാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നിയമമാണ്, അല്ലാതെ നിയമം കൊണ്ടുള്ള വാഴ്ചയല്ല. നോട്ട് റൂൾ വിത്ത് ലോ ബട്ട് റൂൾ ഓഫ് ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് CPM-ന് അനുകൂലിക്കുന്നവരും ആർത്ത് വിളിച്ചു പറയുന്നു, പരാതി പരാതി പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കമ്മിറ്റിയുടെ മുമ്പിൽ നമ്മുടെ സഹോദരിമാർ മൊഴി നൽകുമ്പോൾ അവർ ചോദിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നില്ല? പോലീസിനെ സമീപിച്ചാൽ ഞങ്ങളുടെ ജീവന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവന് പോലും അപകടം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യമായി ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പരിശോധിക്കൂ. many in the cinema who were examined before the committee asked why women are not going to police. If the situation is that bad in cinema, I informed one of the actors that I would ask the victim to go to police station or send the statement given by her to police to register a case. Many witnesses stated that before the committee that they face various consequences if they go to police with the allegation of sexual harassment or assault. If they take up the matter before police, they will face worse consequences, including that to life. അവർ ജീവൻ അപകടം വരുന്ന രീതിയിലായിരിക്കും പോലീസിൽ പോയാൽ. ഈ റിപ്പോർട്ട് വായിച്ചിട്ട് പോലീസിന് നേരിട്ട് പരാതി കൊടുത്താൽ ജീവൻ അപകടത്തിലാവുമെന്ന് ഒരു ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി തലവയായ ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി കൊടുത്തത് അറിയുന്ന മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾ പരാതി കൊടുക്ക്, പരാതി പരാതി. അവന്റെ ജീവൻ അപകടപ്പെടുത്തത്തക്ക രീതിയിൽ പരാതി കൊടുക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി പറയുന്നത് പരാതി പരാതി പരാതി. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ രാജിവെച്ചു. അവരുടെക്കെതിരെ ആ സഹോദരി ഉന്നയിച്ച ആരോപണം ശരിവെച്ചത് കൊണ്ടാണ് അവർ രാജിവെക്കേണ്ടി വന്നത്. അമ്മയുടെ സെക്രട്ടറി രാജിവെച്ചു. അവർക്കെതിരെ ഉന്നയിച്ച ആരോപണം കളവാണെങ്കിൽ അവർ രാജിവെക്കില്ലായിരുന്നു. പോലീസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്.
ശരി അപ്പൊ പോലീസിന്റെ കരങ്ങൾ അജ്ഞാതമായ ഒരു ശക്തി ബന്ധസ്ഥന. ശരി അഡ്വക്കേറ്റ് അസ്മലി, ഞാൻ അങ്ങയിലേക്ക് വരാം.